ചില നേരത്തുണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആളുണ്ടാവുമല്ലോ, ആൾക്കൊന്നും പറ്റാണ്ടിരിക്കാനോ ആളെ നന്നായിട്ട് കെയർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ നല്ലോണം ആളോട് സ്നേഹം കാണിക്കുക, നല്ലോണം സ്നേഹിക്കും. ആളുടെ പിന്നാലെ നമ്മള് അവിടൊക്കെ പോകുന്നുണ്ട്, അവിടൊക്കെ പോകും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവണം, ഒരു സംശയം എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അങ്ങനെയുണ്ട്, ആൾക്കാർ അങ്ങനെയുണ്ട്. ബട്ട് അതില് ഒരു 10%, ഒരു മൈബി ലൈക്ക് 10-20% ആൾക്കാർ മിക്കതും അവന്റെ പെണ്ണ് അല്ലെങ്കിൽ ഒന്നും വരുത്തരുത്, അത് ആൾക്കൊന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ആള് കോളേജിൽ പോയിട്ടാണെങ്കിൽ തിരിച്ചു വരുന്ന വഴി ഓടിപ്പോണ് തിരിച്ച് അവന്റെ പെണ്ണിനോട് ഒരാളും അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാനോ അവന്റെ പെണ്ണിന്റെ അടുത്തേക്ക് ഒരാൾ വരാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവൻ അവളുടെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. അതെന്നുവെച്ചാൽ അവൻ അവളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അവൻ അവളുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലും, എല്ലാവരുടെയും റീസൺ അല്ല, ചിലവരുടെ റീസൺ ഞാൻ പറയുന്നത്, അവളുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിട്ടാണ് കള്ളം പറഞ്ഞത്. അവന്റെ അടുത്ത് അവളില്ല, അവന്റെ അടുത്ത് അവൾ ഉണ്ടായിരുന്നെങ്കിൽ അവന് ഇതുപോലെ കള്ളം പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവന്റെ പെണ്ണ് അവന്റെ കൂടെ അവന്റെ അടുത്ത് എല്ലാ ദിവസവും അവനെ കാണാനും അവളെ പറ്റും. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഓവർ കെയറിങ്, അവരുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അസംപ്ഷൻ വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആൾക്കാര് ചിന്തിക്കും, കുടുംബം വേണം, ഞാൻ ജോലിക്കൊക്കെ പോയി, ഒരു വൈഫ് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ വൈഫ് ജോലിക്ക് പോയി തിരിച്ചു വരും, അവൾക്ക് വയ്യ, ഫുഡൊന്നും ഉണ്ടാക്കാൻ വയ്യ. അപ്പൊ അവളെ പിടിച്ച് സ്ലാബിന്റെ മുകളിൽ കയറ്റിയിരുത്തി ഇവിടെ ഇരിക്കും, ഞാൻ ഫുഡ് ഉണ്ടാക്കി നിനക്ക് തരാം, അതൊക്കെ ഞാൻ കഴിപ്പിച്ചതരാം. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, കൊടുക്കും. അതായിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായി, അവരെ കളിപ്പിച്ച് അവരെ താലോലിച്ച് നടന്ന് അവർക്ക് ഫ്യൂച്ചറ് നല്ല